താങ്ക്സ് ഗീവിങ്ങിന് വലിയ ഡിഷ് വരുമ്പോൾ അമേരിക്കയിലെ എയർപോർട്ടിൽ ആദ്യം വന്നിറങ്ങിയ ദിവസം ഓർമ്മയുണ്ടോ? അന്നിട്ടോണ്ട് വന്ന പാന്റ് ഓർമ്മയുണ്ടോ? ആദ്യം അമേരിക്കയിൽ യൂസ് ചെയ്ത കാർ ഓർമ്മയുണ്ടോ? ആദ്യം അമേരിക്കയിൽ താമസിച്ച അപ്പാർട്ട്മെന്റ് ഓർമ്മയുണ്ടോ? From where God brought you right now, the all blessings which you are experiencing today, remember the past. റൈഡ് തന്നവരെ ഓർമ്മയുണ്ടോ? റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഹെൽപ്പ് ചെയ്തവരെ ഓർമ്മയുണ്ടോ? നമ്പർ ഉണ്ടോ? ഒന്ന് വിളിക്ക. താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡ് ആയപ്പോൾ എനിക്ക് അങ്കിളിനെ ഓർമ്മ വന്നു, എനിക്ക് ആന്റിയെ ഓർമ്മ വന്നു. ഇവിടെ കൊണ്ടുവന്നവരെ ഓർമ്മയുണ്ടോ? ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിനകത്ത് ഫയൽ ചെയ്യാനുള്ള സിസ്റ്റം ഒന്നുമില്ല. പേപ്പറുകളിലെല്ലാം ഫില്ല് ചെയ്ത് പോയി ലൈൻ നിന്ന് ടോക്കൺ എടുത്ത് ഫയൽ ചെയ്ത് ഇതിവിടെ കൊണ്ടുവന്നവരെ ഓർമ്മയുണ്ടോ? പലരും അതെല്ലാം ഇഗ്നോർ ചെയ്യുക. ഞങ്ങൾ അങ്ങ് ജനിച്ചപ്പോഴേ ഇങ്ങനെ ആയെന്നുള്ള ചിന്തയാ. അങ്ങനല്ല. താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡിൽ കണ്ണ് നിറയാതെ ഡിഷ് കഴിക്കരുത്. ഹൂ ബ്രോട്ട് യു ഹിയർ? ഇവിടെ വരെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. എവിടുന്നാ കൊണ്ടുവന്നേന്ന് ഓർക്കണം. കഷ്ടതയുടെ നടുവിലെല്ലാം നടത്തിയ ദൈവത്തെ റിമെമ്പർ. ദ ഗോഡ് ഹൂ ലെഡ് യു ത്രൂ ഔട്ട് ദ വിൽഡർനെസ് എക്സ്പീരിയൻസ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് നമ്മുടെ ലൈഫില്. പക്ഷെ ഇവിടെ എല്ലാം താങ്ങിയൊരു ദൈവമുണ്ട്. നമ്മുടെ പാരൻസിനെ ഓർക്കാൻ, നമ്മുടെ സിബ്ലിങ്സിനെ ഓർക്കാൻ, നമ്മുടെ ടീച്ചേഴ്സിനെ ഓർക്കാൻ. ഓരോ ദിവസവും പോയി വന്നിട്ടും അപകടങ്ങൾ കൂടാതെ എത്തിച്ചത് ഡ്രൈവിങ്ങിന്റെ സ്കിൽസ് അല്ല, ഹിസ് അമേസിംഗ് ഗ്രേസ്. നാം നമ്മളിലേക്ക് നോക്കിയാൽ അഹങ്കാരങ്ങൾ വരും, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ താഴ്മ വരും. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ പറയാ, ഞാൻ ഇത്രയും വർഷം വണ്ടി ഓടിച്ച് എനിക്ക് ഇതുവരെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ല. ഡു യു തിങ്ക് ദാറ്റ് ബിക്കോസ് ഓഫ് യുവർ ഡ്രൈവിംഗ് സ്കിൽ ആണോ, എബിലിറ്റി ആണെന്ന്? ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്.